മിസ്റ്ററി ഓഫ് സെല്ല ന്യൂസ് റാത്തോസ് അല്ലെങ്കിൽ ഒരു നാസി ഒക്കൾട്ട് കഥ. കോൾഡ് വാറിന്റെ കാലത്താണ് ജർമ്മനിയിലെ ഒരു സൈനിക താവളത്തിൽ കാവൽ നിന്ന നിരവധി സൈനികർക്ക് വളരെ വിചിത്രമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി. ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത സംഭവങ്ങൾ. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് പണ്ട് നടന്ന, അതായത് വേൾഡ് വാർ 2 കാലത്ത് നടന്ന ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളായിരുന്നു. ആ സൈനികർക്ക് ഭയപ്പെടുത്തുന്ന പല അനുഭവങ്ങൾ മാത്രമല്ല, അതിൻ്റെ പിന്നാലെ ഒന്നിനു പിന്നാലെ ഒന്നെന്ന കണക്കിൽ നിരവധി സൈനികർ ആത്മഹത്യ ചെയ്തു. പലരുടെയും മനോനില തകരാറിലായി. ഈ സൈനിക താവളത്തിനു പിന്നിൽ ഒരു ഇരുണ്ട ചരിത്രവും അതോടൊപ്പം ഒരു പ്രേതബാധയും ഉണ്ടായിരുന്നു. ചരിത്രം ഈ മിസ്റ്റീരിയസ് ആയ സംഭവത്തെ വിളിക്കുന്നത് ദ സീക്രട്ട് ഓഫ് സെല്ല ന്യൂസ് റാത്തോസ് എന്നാണ്. ആ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ മലയാളത്തിൽ ഇതുവരെ ആരും പറയാത്ത കഥകളാണ്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും പിന്നെ വിശാലമായിട്ടുള്ളൊരു പുഞ്ചിരിയുമാണ്. അത് മറക്കാതെ ചെയ്യണം. ആയിരത്തി 1945 ഏപ്രിൽ മാസം സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാന നാളുകൾ. പടിഞ്ഞാറൻ സഖ്യം കിഴക്കൻ സഖ്യത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അഡോൾഫ് ഹിറ്റ്ലറുടെ വെർമാറ്റ് സൈന്യം ജർമ്മനിയിൽ ഉടനീളം പൂർണ്ണമായിട്ടും മടിയേറ്റ് തോറ്റു പിൻവാങ്ങുകയാണ്. ആയിരക്കണക്കിന് ജർമ്മൻ സൈനികർ നിരുപാധികം കീഴടങ്ങി. ഒരിക്കൽ ഏതു രാജ്യത്തെയും സാങ്കേതികപരമായും ശാസ്ത്രീയപരമായിട്ടും തോൽപ്പിച്ച അതിശക്തമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ നാണം കെട്ട അന്ത്യത്തിന്റെ നാളുകളായിരുന്നു അത്. ഏപ്രിൽ 10 അമേരിക്കയുടെ 84ാം കാലാൾപ്പട ഡിവിഷൻ വെസർ നദിയും മറികടന്ന് ഹാനോവർ നഗരം പിടിച്ചെടുത്തു. ഇതിനോടകം സഖ്യസേനയുടെ വ്യോമാക്രമണങ്ങളേറ്റ് ഏതാണ്ട് നാശോന്മുഖമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഹാനോവർ. തുടർച്ചയായിട്ടുള്ള ബോംബിങ്ങിന്റെ ഫലമായിട്ട് നഗരത്തിന്റെ 90% തകർന്നടിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യം ഹാനോവറിൽ എത്തിയപ്പോൾ അവരെ ആക്രമിക്കുവാനായിട്ട് കാര്യമായിട്ടുള്ള ശത്രുക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഏതാനും ജർമ്മൻ സൈനികർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ പ്രതിരോധം വളരെ ദുർബലമായിരുന്നു. നിസാരമായിട്ട് അമേരിക്കൻ സേന അവരെ പരാജയപ്പെടുത്തി. ഈയാം പാറ്റകളെ പോലെ അവർ ചിതറി ഓടി. ഇതിനോടകം തങ്ങൾ പരാജയപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം അവർക്കറിയാം. മാത്രവുമല്ല, അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൻ്റെയും ആയുധത്തിൻ്റെയും വിതരണവും നിലച്ചിരുന്നു. തകർന്നടിഞ്ഞു കിടക്കുന്ന ചുറ്റുമുള്ള കെട്ടിടങ്ങളെ പോലെ അവരുടെ മനോവീര്യവും നശിച്ചിരുന്നു. ഹാനോവറിൽ മാത്രമല്ല, അതിനോട് ചേർന്നുള്ള മറ്റു ടൗൺഷിപ്പുകളുടെയും അവസ്ഥയും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. സഖ്യസേനയുടെ കവചിത വാഹനങ്ങൾ പ്രത്യക്ഷപ്പെട്ടതും എല്ലാ നഗരങ്ങളും സമാധാനത്തിൻ്റെയും അല്ലെങ്കിൽ കീഴടങ്ങലിൻ്റെയും സൂചനയായിട്ട് വെളുത്ത പതാക ഉയർത്തി. ജർമ്മനിയും ഹിറ്റ്ലറും തീരുകയാണ്. അതാണ് സാഹചര്യം. ഹാനോവറിൽ നിന്നും 20 മൈൽ വടക്ക് കിഴക്കോട്ട് പോയാൽ നിരവധി പട്ടണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സെല്ല. അക്കാലത്ത് അവിടെ 40,000-ഓളം ആളുകൾ താമസിച്ചിരുന്നു. അക്കാലത്ത് ന്യൂയസ് റാത്തോസ് എന്ന് വിളിക്കുന്ന ഒരു കെട്ടിടം ജർമ്മനിയിലെ എല്ലാ പട്ടണങ്ങളിലുമുണ്ട്. ജർമ്മനിയിൽ മാത്രമല്ല, യൂറോപ്പിൽ ഉടനീളം ഇത്തരം കെട്ടിടങ്ങളുണ്ട്. മറ്റുള്ള കെട്ടിടങ്ങളിൽ നിന്നും അല്പം മാറി ഒറ്റപ്പെട്ടു നിൽക്കുന്ന കെട്ടിടങ്ങളാണ് ന്യൂയസ് റാത്തോസ്. ഈ വാക്കിന്റെ അർത്ഥം ന്യൂ ടൗൺ ഹാൾ എന്നാണ്. ഇത്തരം നിർമ്മിതികൾ അവരുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. നഗരത്തിലെ ജനങ്ങൾക്ക് ഒത്തുകൂടുവാനും വലിയ വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കുവാനുമാണ് ന്യൂയസ് റാത്തോസ് നിർമ്മിക്കുന്നത്. ഇന്നുള്ള ഓഡിറ്റോറിയങ്ങളുടെ ഒരു മുൻഗാമി എന്ന് പറയാം. വലിയ പ്രത്യേകതയൊന്നുമില്ലാത്ത സാധാരണ ഒരു കെട്ടിടം. എന്നാൽ സെല്ല നഗരത്തിലെ റാത്തോസിന്റെ കഥ മറ്റുള്ളതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ആ കെട്ടിടത്തിൽ ചില രഹസ്യങ്ങൾ മറഞ്ഞു കിടന്നിരുന്നു. വേൾഡ് വാറിന് ശേഷം കടന്നു വന്ന കോൾഡ് വാറിന്റെ സമയത്ത് ഈ കെട്ടിടത്തിൽ ബ്രിട്ടീഷ് ജർമ്മൻ സൈനികർ സംയുക്തമായിട്ട് നിലയുറപ്പിച്ചിരുന്നു. ഈ 2 കാലഘട്ടങ്ങളിലെ സൈനികരെ കിടുകിടാ വിറപ്പിച്ച രഹസ്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. 1945 ഏപ്രിൽ 12 സെല്ലെ പട്ടണം സഖ്യകക്ഷികളുടെ മുൻപിൽ കീഴടങ്ങി. ഹാനോവറിൽ സംഭവിച്ചതുപോലെ അമേരിക്കൻ സൈന്യം ഇവിടേക്ക് വരുമ്പോഴും ജർമ്മൻ സേനയിൽ നിന്നും കാര്യമായിട്ടുള്ള പ്രതിരോധം ഉണ്ടായില്ല. ബോംബിങ്ങിൽ തകർന്ന കെട്ടിടങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരും നിസ്സഹായരായിട്ടിരുന്നു. അനിവാര്യമായ വിധിയെ 2 കൈകളും നീട്ടി അവർ സ്വീകരിച്ചു. ഇതിനിടയിൽ സഖ്യകക്ഷിയിലെ സൈനികർ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചു. സെല്ല നഗരത്തിലെ മറ്റു കെട്ടിടങ്ങളെല്ലാം ശക്തമായിട്ടുള്ള ബോംബിങ്ങിൽ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും തകർന്നുവെങ്കിലും അവിടെയുള്ള ടൗൺ ഹാളിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ബോംബ് ആക്രമണത്തിൽ നിന്നും വളരെ അത്ഭുതകരമായിട്ട് ആ കെട്ടിടം രക്ഷപ്പെട്ടിരുന്നു. അതിന് യാതൊരു കേടുപാടുകളും ഉണ്ടായിരുന്നില്ല. അമേരിക്കൻ സൈനികർക്ക് ഈ റാത്തോസ് കണ്ടപ്പോൾ വലിയ ആശ്വാസമായെന്ന് പറയാം. കാരണം വളരെ വലിയൊരു കെട്ടിടമാണിത്. അവിടെ അവർക്ക് സുഖമായിട്ട് താമസിക്കുവാനായിട്ട് കഴിയും. 1ഉം 2ഉമല്ല, 300 മുറികളാണ് ഈ കെട്ടിടത്തിലുള്ളത്. ഏറ്റവും കുറഞ്ഞത് 1200 സൈനികർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം. 1869 പ്രഷ്യൻ ഭരണകാലത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. സെക്കൻഡ് ഹാനോവർ ഇൻഫൻട്രി റെജിമെന്റിലെ 77 നമ്പർ യൂണിറ്റ് ആയിരുന്നു മുൻപ് ഇവിടെ തങ്ങിയത്. ജർമ്മൻ സേനയുടെ ഒരു ബാരക്കായിരുന്നു ഒരു കാലത്തിത്. ഈ നിർമ്മിതിക്ക് നിലത്തിന് മുകളിലേക്ക് 5 നിലകളും ഭൂമിക്കടിയിൽ മറ്റൊരു 5 നിലകളും ഉണ്ടായിരുന്നു. മൊത്തം 10 നിലകൾ. എന്നാൽ സന്തോഷത്തോടെ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ച US സൈനികരെ കാത്തിരുന്നത് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്.
കാരണം ഭൂമിക്കടിയിലുള്ള 5 നിലകളിലേക്ക് ആർക്കും കടക്കുവാനായിട്ട് കഴിയില്ല. അത് മുഴുവനും വെള്ളത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത്. മനഃപൂർവ്വം ജർമ്മനിക്കാർ ആ 5 നിലകളും വെള്ളം പമ്പ് ചെയ്ത് നിറച്ചിരുന്നു. ഈ കാഴ്ച കമാൻഡിംഗ് ഓഫീസറായ ലഫ്റ്റനന്റ് ജനറൽ ബ്രയാൻ ഹെറോക്സിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീഴ്ത്തി. ഹിറ്റ്ലറും കൂട്ടരും വെറുതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഒരു 5 നില കെട്ടിടം വെള്ളത്തിൽ അവർ മുക്കിയിടണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ട്. അവർ എന്തോ ഇതിന്റെ അടിയിൽ മറച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടെ അയാളുടെ താല്പര്യം വർദ്ധിച്ചു. കാരണം കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്നും നാസികൾ സ്വർണവും രത്നവും അതുപോലെ വളരെ വിലപിടിപ്പുള്ള പുരാവസ്തുക്കളും മോഷ്ടിച്ചിരുന്നു. ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതവർ പലയിടത്തായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നു. സെല്ലയിലെ ന്യൂയസ് റാത്തോസിന് കീഴിലും അങ്ങനെ എന്തെങ്കിലും അവർ മറച്ചു വെച്ചിരിക്കുമെന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. പിന്നീട് വന്ന ദിവസങ്ങളിൽ ജർമ്മൻകാർ എന്താണ് മറച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിച്ചത് എന്ന് കണ്ടെത്തുവാനായിട്ട് അവർ ശ്രമിച്ചു. അതിനെ തുടർന്നാണ് വിശദീകരിക്കാൻ കഴിയാത്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായത്. സൈനിക രേഖകളിൽ ഇതിനെ വിശേഷിപ്പിച്ചത് ദി ലെജൻഡ് ഓഫ് സെല്ല ന്യൂയസ് റാത്തോസ് എന്നാണ്. 1945 ഏപ്രിൽ 15 വെള്ളത്തിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് അമേരിക്കയിൽ നിന്നും പ്രഗത്ഭരായിട്ടുള്ള 3 US നേവി ഡൈവർമാർ അവിടേക്ക് വരികയാണ്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് നിലവിലുള്ള ഏറ്റവും കഴിവുള്ള ഡൈവർമാർ ആയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലനം കിട്ടിയവരും. എങ്കിലും ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്കുള്ള ഡൈവിംഗ് അതത്ര എളുപ്പമല്ല. കാരണം കനത്ത ഇരുട്ടിൽ ഇടുങ്ങിയ മുറികളിലൂടെയും അതുപോലെ നീളമേറിയ വളഞ്ഞു പുളഞ്ഞ ഇടനാഴികളിലൂടെയും നീന്തുക എന്നത് ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഈ ഉദ്യമത്തിൽ വഴി തെറ്റുവാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവർ ഒരു കാര്യം ചെയ്തു. ഓരോ മുങ്ങൽ വിദഗ്ധനും നല്ല നീളവും ബലവുമുള്ള കയർ അരയിൽ കെട്ടി എന്നിട്ട് അതിന്റെ മറ്റേ അറ്റം കരയ്ക്ക് നിൽക്കുന്ന സൈനികരെ ഏൽപ്പിച്ചു. ഭൂമിക്കടിയിലെ നിലകളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിരവധി വഴികൾ അവിടെ ഉണ്ടായിരുന്നു. 3 ഡൈവർമാരും വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ അതിന്റെ ഉള്ളിലേക്ക് മുങ്ങാങ്കുഴിയിട്ടു. പിന്നീട് വന്ന അരമണിക്കൂറിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവരെ ബന്ധിച്ചിരുന്ന ചരടുകൾ മാത്രം അനന്തമായിട്ട് വെള്ളത്തിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്നുണ്ട്. അതിനുശേഷം നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ആ 3 ഡൈവർമാരിൽ 2 പേർ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. അവരുടെ ദേഹത്ത് ബന്ധിച്ചിരുന്ന റോപ്പുകൾ വലിച്ചെടുത്തപ്പോൾ ആരോ മുറിച്ചു വിട്ടതുപോലെ കയർ മാത്രമാണ് ഉയർന്നു വന്നത്. അതിന്റെ അറ്റത്ത് ഡൈവർമാർ ഇല്ലായിരുന്നു. അവരുടെ മൃതദേഹങ്ങളും ഒരിക്കലും കിട്ടിയിട്ടുമില്ല. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 3ാമത്തെ ഡൈവർ മാത്രം ഒരലർച്ചയോടെ മുകളിലേക്ക് നീന്തി കയറി വന്നു. അയാൾ ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചു. അതിനുശേഷം ബോധം കെട്ട് വീണു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബോധം വന്നപ്പോൾ മറ്റുള്ളവർ അയാളോട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. വിറച്ചുകൊണ്ട് അയാൾ അവരോട് പറഞ്ഞ കഥ ഇതാണ്: വെള്ളത്തിലേക്ക് കുതിച്ച ശേഷം അയാൾ നിരവധി മുറികളിലൂടെയും ഇടനാഴികളിലൂടെയും കടന്നുപോയി. ആദ്യത്തെ 2 നിലകളിലുള്ള ചില മുറികളുടെ ചുവരിലും അതുപോലെ നിലത്തും വിചിത്രമായിട്ടുള്ള ചില ചിഹ്നങ്ങളും പെറ്റഗ്രാമുകളും അതുപോലെ പേഗൻ സിംബലുകളും കൊത്തിവെച്ചിരുന്നു. ആ കാഴ്ചയാണ് അയാൾ കണ്ടത്. എല്ലാം തന്നെ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ. ഒടുവിൽ ഈ ഡൈവർ അതിനും താഴെയുള്ള 3ാമത്തെ നിലയിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ചാണ് ഞെട്ടിക്കുന്ന ചില കാഴ്ചകൾ അയാൾ കണ്ടത്. 3ാമത്തെ നിലയിൽ വികൃതമാക്കിയ നിരവധി മൃതദേഹങ്ങൾ അനേകം കസേരകളിൽ കെട്ടിവെച്ചിരിക്കുന്നു. ചിലരുടെ വയറ് കീറി പിളർന്നിട്ടിരിക്കുന്നു. കുടൽ മാലകളും മറ്റും അവർക്ക് ചുറ്റുമായിട്ട് ഒഴുകി നടക്കുന്നു. ചില ജഡങ്ങളുടെ കൈകാലുകൾ മുറിച്ചു മാറ്റിയിരുന്നു. വേറെ ചിലരുടെ ശരീരത്തിൽ തലകളുടെ സ്ഥാനത്ത് പകരം മറ്റൊന്നായിരുന്നു. അവരുടെ തലകൾ വെട്ടിമാറ്റിയിട്ട് പകരം അവിടെ ആടുകളുടെ തലകൾ തുന്നിപ്പിടിപ്പിച്ചിരുന്നു. മേൽ പറഞ്ഞ ഈ കാഴ്ചകൾ ധാരാളമാണ് ഒരു മനുഷ്യനെ പേടിച്ച് ബോധം കെടുവാൻ. എന്നാൽ അയാളെ ഞെട്ടിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യരൂപങ്ങൾ ജീവനുള്ളതുപോലെ വെള്ളത്തിൻ്റെ അടിയിൽ ചലിച്ചിരുന്നു. അവർ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതായിട്ട് അയാൾ കണ്ടു. പേടിച്ച് വിറച്ച ആ ഡൈവർ അടുത്ത നിമിഷം മുകളിലേക്ക് സർവ്വശക്തിയും ഉപയോഗിച്ച് നീന്തി. അയാൾക്ക് പിന്നാലെ ആ സമയത്ത് ഇരുണ്ടതും അവ്യക്തവുമായ ഒരു രൂപവും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അത് അയാളുടെ ശരീരത്തെ പിടിക്കുക വരെ ചെയ്തു. മരണത്തിൻ്റെ ഒരു തണുപ്പ് പോലെ അയാൾക്ക് തോന്നി. എങ്കിലും എങ്ങനെയോ കുതറി മാറി രക്ഷപ്പെടുവാനായിട്ട് ഈ ഡൈവർക്ക് സാധിച്ചു. ഇതായിരുന്നു അയാൾക്ക് പറയുവാനുണ്ടായിരുന്ന കഥ. എല്ലാ റിപ്പോർട്ടുകളും അനുസരിച്ച് ആ ഡൈവർ പിന്നീട് പഴയതുപോലെ ആയിരുന്നില്ല. അയാളുടെ മാനസിക നില തെറ്റി. പിന്നീട് നാവികസേനയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഈ സംഭവത്തോടെ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് അന്വേഷിക്കുവാനും അടുത്ത ജീവൻ കൂടി അപകടത്തിലാക്കുവാനും അവർ ആഗ്രഹിച്ചില്ല. ആ ഉദ്യമം അവിടെ വെച്ച് കമാൻഡിംഗ് ഓഫീസർ ബ്രയാൻ ഹെറോക്സ് നിർത്തിവെച്ചു. സെല്ലെ നഗരം ബ്രിട്ടീഷ് അധിനിവേശ മേഖലയിലായിരുന്നു. അതുകൊണ്ട് അവിടം ഏറ്റെടുക്കുവാനായിട്ട് വൈകാതെ ബ്രിട്ടീഷ് സൈന്യം എത്തും. അതും ഒരു കാരണമാണ്. അതുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിന് അവിടെ ചെലവഴിക്കുവാനായിട്ട് സമയവും കുറവാണ്. ഏപ്രിൽ 21 നഗരം ബ്രിട്ടീഷ് സൈന്യത്തിന് കൈമാറി. അവർ താമസിയാതെ അതിൻ്റെ ബേസ്മെൻറ്റുകൾ, അതായത് ഭൂമിക്കടിയിലുള്ള 5 നിലകളും കോൺക്രീറ്റ് ഉപയോഗിച്ചടച്ചു. അതിനവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇത്രയുമാണ് സെല്ല ന്യൂയസ് റാത്തോസിൻ്റെ ചരിത്രം. പിന്നീട് കോൾഡ് വാറിൻ്റെ കാലത്ത് സെല്ല ജർമ്മനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാവൽ പട്ടണമായിട്ട് മാറിയിരുന്നു. അക്കാലത്ത് നാറ്റോ സേന ഒരു വലിയ കൂട്ടം സൈനികരെ അവിടെ താമസിപ്പിച്ചു. അങ്ങനെ ആ ടൗൺ ഹാൾ വീണ്ടും ഒരു സൈനിക ബാരക്കായിട്ട് മാറി. ഇത്തവണ ബ്രിട്ടീഷ് ജർമ്മൻ സൈനികരുടെ റെജിമെൻറ്റുകളാണ് അവിടെ താമസിച്ചത്. ഹിറ്റ്ലറും കൂട്ടരും വെള്ളം കയറ്റി നിറയ്ക്കുകയും
പിന്നീട് ബ്രിട്ടീഷുകാർ കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കുകയും ചെയ്ത താഴെയുള്ള നിലകളെക്കുറിച്ചുള്ള കഥകളും US നാവികസേനയിലെ ഡൈവർമാർക്കുണ്ടായ ദുരനുഭവവും ഈ കാലയളവിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. പലരും അതൊക്കെ നഗരത്തിലെ തൊഴിലില്ലാത്തവർ പടച്ചുവിടുന്ന കെട്ടുകഥകളാണെന്ന് വിശ്വസിച്ചു. എന്നാൽ അവർക്ക് പോലും നിഷേധിക്കുവാനായിട്ട് കഴിയാത്ത മറ്റൊരു സത്യമുണ്ടായിരുന്നു. താഴെയുള്ള നിലകളിലേക്ക് ആർക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല. കോൺക്രീറ്റ് ചെയ്ത് അടച്ചെങ്കിലും ഭൂമിക്കടിയിലേക്ക് പോകുന്ന നിലകളുടെ സ്റ്റെയർ കേസിൻ്റെയും മറ്റും അപ്പോഴും പുറത്തേക്ക് കാണാമായിരുന്നു. തിടുക്കത്തിൽ കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് ബാനിസ്റ്ററും അതുപോലെ ഹാൻഡ് റെയിലുകളും തറയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ആർക്കും തന്നെ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം ഭൂമിക്കടിയിലേക്ക് പോകുന്ന നിലകൾ ഈ കെട്ടിടത്തിന് ഉണ്ട് എന്നാണ്. അതിനൊരു വിശദീകരണം കൊടുക്കുവാനായിട്ട് ഇതിനെ സംശയിക്കുന്നവർക്കും കഴിഞ്ഞിട്ടില്ല. സെല്ലയിലെ റാത്ത് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് അമാനുഷികമായിട്ടുള്ള നിരവധി കഥകൾ വേറെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതാനും കഥകൾ കൂടി നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും അവിടെ ജോലി ചെയ്തിട്ടുള്ള പട്ടാളക്കാരാണ് ഇത്തരം കഥകൾ പറഞ്ഞിട്ടുള്ളത്. കോൾഡ് വാറിൻ്റെ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന മിലിറ്ററി ഓഫീസർമാർ ബാരക്കുകളിലും അതിൻ്റെ പരിസരങ്ങളിലും അസാധാരണമായിട്ടുള്ള ചില കാഴ്ചകൾ കണ്ടിരുന്നു. അതിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്ന് സ്റ്റീഫൻ ഡെയ്ലി എന്ന വ്യക്തിക്കുണ്ടായ അനുഭവമാണ്. അയാൾ ആ സമയത്ത് ഒരു പുതിയ റിക്രൂട്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിലാണ് സ്റ്റീഫനും അദ്ദേഹത്തോടൊപ്പം മറ്റ് ഏതാനും സൈനികരും സെല്ല ന്യൂസിലെത്തിയത്. രാത്രി ആയതുകൊണ്ട് കെട്ടിടത്തിന് ചുറ്റുമുള്ള പരിസരവും അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അയാൾക്ക് അനുവദിച്ച മുറിയിൽ കയറിയതും സ്റ്റീഫൻ നല്ല ഉറക്കം പിടിച്ചു. കാരണം യാത്രാക്ഷീണം അത്രയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഉറക്കത്തിൻ്റെ ഏതോ ഒരു ഇടവേളയിൽ വെച്ച് സ്റ്റീഫൻ ഞെട്ടി എഴുന്നേറ്റു. ഒരു മാർച്ചിൻ്റെ ശബ്ദമാണ് അയാളുടെ നെതിരെ ഭഞ്ചിച്ചത്. അയാൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഏതാനും പട്ടാളക്കാർ തൻ്റെ മുറിയുടെ ജനലിൻ്റെ അടുത്തുകൂടി മാർച്ച് ചെയ്ത് കടന്നു പോകുന്നു. പെട്രോളിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അതെന്ന് വിചാരിച്ച് അയാൾ വീണ്ടും ഉറങ്ങുവാനായിട്ട് കിടന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ് അയാൾ ഞെട്ടിയത്. കാരണം നേരം പുലർന്ന ശേഷം പരിസരം നിരീക്ഷിച്ചപ്പോൾ സ്റ്റീഫൻ ഒരു കാര്യം കണ്ടെത്തി. താൻ തലേ ദിവസം കിടന്നുറങ്ങിയ മുറി 1-ാം നിലയാണ്, ഗ്രൗണ്ട് ഫ്ലോർ അല്ല. തൻ്റെ മുറിയുടെ ജനാല തുടങ്ങുന്നത് നിലത്തു നിന്നും കുറഞ്ഞത് 12 അടി ഉയരത്തിലാണ്. പക്ഷേ തലേ ദിവസം അയാൾ കണ്ട കാഴ്ച ജനാലയുടെ അതേ ഉയരത്തിൽ ഏതാനും പട്ടാളക്കാർ മാർച്ച് ചെയ്തു പോകുന്നതാണ്. ഇതെങ്ങനെ സംഭവിക്കും? കഴിഞ്ഞ രാത്രിയിൽ വായുവിൽ ഉയർന്നു നിന്ന് പുറത്തുകൂടി കടന്നുപോയത് ആരായിരിക്കും? മേൽ പറഞ്ഞ സ്റ്റീഫൻ 1980-കളിൽ സെല്ലയിൽ 4 വർഷം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, ചില സമയത്ത് പകുതിയോളം പട്ടാളക്കാർ ക്യാമ്പിൽ കാണില്ല. ചിലർ അവധിയിലായിരിക്കും, മറ്റു ചിലർ ജോലിയുടെ ഭാഗമായിട്ട് പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ പരേഡുകൾ ആ സമയത്ത് നടത്താറില്ല. എങ്കിലും രാത്രിയാകുമ്പോൾ പരേഡ് ഗ്രൗണ്ടിലും കെട്ടിടത്തിൻ്റെ ഇടനാഴികളിലും ആരൊക്കെയോ മാർച്ച് ചെയ്യുന്ന ശബ്ദങ്ങൾ ഉയരാറുണ്ട്. അതുപോലെ ചില സമയത്ത് പൂട്ടിക്കിടക്കുന്ന മുറികളുടെ ഉള്ളിൽ നിന്നും അസ്പഷ്ടമായിട്ട് ആരൊക്കെയോ ജർമ്മൻ ഭാഷയിൽ സംസാരിക്കുന്ന ശബ്ദങ്ങളും കേൾക്കാം. അതുപോലെ ഒരു സർജന്റ് മേജർ ഒരു ദിവസം പുലർച്ചെ ജർമ്മൻ ടാങ്കുകളുടെ ഒരു നിര വളരെ നിശബ്ദമായിട്ട് ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന കാഴ്ച കണ്ട് അമ്പരന്നു പോയിരുന്നു. മറ്റൊരു കഥ മാർട്ടിൻ ഫോക്സ എന്ന സൈനികൻ പറഞ്ഞതാണ്. ഒരു ദിവസം അയാൾ രാത്രിയിൽ ഉറക്കം ഞെട്ടി എഴുന്നേറ്റു. അപ്പോഴയാൾ കണ്ട കാഴ്ച ഇതാണ്. കിടപ്പ് മുറിയുടെ മേൽക്കൂര തൻ്റെ മുഖത്തു നിന്നും ഏതാനും ഇഞ്ചുകൾ മാത്രം അകലെയാണ്. ആരോ തന്നെ കട്ടിലോടെ എടുത്തുയർത്തിയിരിക്കുന്നു. മാർട്ടിൻ വിചാരിച്ചത് തൻ്റെ റൂംമേറ്റുകൾ ചെയ്യുന്ന വികൃതിയായിരിക്കുമെന്നാണ്. അയാൾ തന്നെ താഴെ ഇറക്കുവാൻ പറഞ്ഞ് നേരെ താഴേക്ക് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. റൂംമേറ്റുകൾ അവരവരുടെ ബെഡിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. തൻ്റെ കട്ടിൽ അവരല്ല ഉയർത്തിയത്, മറിച്ച് അത് ആരുടെയും സഹായമില്ലാതെ തനിയെ ഉയർന്നു നിൽക്കുകയാണ്. മാർട്ടിൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അടുത്ത നിമിഷം ആരോ എടുത്തെറിഞ്ഞതുപോലെ അയാളും കട്ടിലിൽ നിലത്തേക്ക് വീണു. ആ ശബ്ദം കേട്ടാണ് ഉറങ്ങിക്കിടക്കുന്ന മറ്റു സൈനികർ ഞെട്ടി എഴുന്നേറ്റത്. ആ വീഴ്ചയിൽ കട്ടിലടക്കം തകർന്നു പോയിരുന്നു. ഇത്തരം നിരവധി സംഭവങ്ങൾ വേറെയുമുണ്ട്. പല സൈനികരും മേലധികാരികളോട് ആവർത്തിച്ച് പരാതിപ്പെട്ട ഒരു കാര്യം ഇതാണ്. അവർ മുറികൾ പൂട്ടിയിട്ട് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുറിയാകെ അലങ്കോലമായിട്ട് കാണപ്പെടുന്നു. ചില വസ്തുക്കൾ നശിപ്പിച്ചിട്ടുമുണ്ട്. പൂട്ടിയിട്ട മുറികൾക്കുള്ളിൽ കയറി ഇത് ചെയ്യുന്നത് ആരായിരിക്കും? രാത്രി സമയത്ത് ഞെട്ടി എഴുന്നേറ്റ ചിലരാവട്ടെ കിടക്കയുടെ അറ്റത്തായിട്ട് തങ്ങളെയും നോക്കി നിൽക്കുന്ന ഇരുണ്ട നിഴൽ രൂപങ്ങളെ കണ്ടു. അതേ രൂപങ്ങൾ റാത്തോസിന്റെ ഇടനാഴികളിലും മറ്റും നിൽക്കുന്ന കാഴ്ചയും അവർ കണ്ടിട്ടുണ്ട്. അടുത്തേക്ക് വരുമ്പോൾ ഒരു നൊടിയിട കൊണ്ട് അപ്രത്യക്ഷമാവുന്ന നിഴലുകൾ. ചില സൈനികരാവട്ടെ ഉറക്കത്തിൽ തങ്ങളുടെ നെഞ്ചിൽ ആരോ കയറിയിരുന്ന് ശ്വാസം മുട്ടിച്ചു എന്ന് പരാതിപ്പെട്ടിരുന്നു. മറ്റൊരു കാര്യം, റാത്തോസിൽ ജോലി ചെയ്തിരുന്ന സൈനികർക്കിടയിൽ കാണപ്പെട്ട ഉയർന്ന ആത്മഹത്യാ നിരക്കാണ്. അതാണ് അവരെ ഏറ്റവും ഭയപ്പെടുത്തിയതും. കെട്ടിടത്തിന്റെ മുകൾ നിരയിലെ ചില മുറികളിൽ താമസിച്ചവരാണ് ആത്മഹത്യ ചെയ്തവരിൽ ഏറെയും. അവിടെയുള്ള മുറികളുടെ തറകളിലും ഭിത്തിയിലും പെന്റഗ്രാമുകൾ കൊത്തിവെച്ചിരുന്നു. അവിടേക്ക് വന്ന പല പുതിയ സൈനികരും ആ മുറികളിൽ രാത്രി ചെലവഴിച്ചതിന് തൊട്ടു പിന്നാലെ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. ചിലരുടെ മാനസിക നില വരെ തെറ്റി. അതിനെ തുടർന്ന് നിരവധി സൈനികരെ പിരിച്ചുവിട്ടിരുന്നു. വിഷാദരോഗികളായിട്ട് മാറിയ ആളുകൾ വേറെയുമുണ്ട്. എന്താണ് അവരെ ആത്മഹത്യ ചെയ്യിപ്പിക്കുവാനും അതുപോലെ മനോവിഭ്രാന്തി ഉണ്ടാക്കുവാനും കാരണം?
ചിലർ പറയുന്നത് പൊതുവെ നോക്കിയാൽ ഒരുതരം ഇരുണ്ട വിഷാദാത്മകമായിട്ടുള്ള അന്തരീക്ഷമാണ് സെല്ലെ പട്ടണത്തിനും പ്രധാനമായിട്ടും ഈ റാത്തോസിനും ചുറ്റുമുള്ളത്. അത് ചിലപ്പോൾ അവരിൽ നെഗറ്റീവായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിരിക്കാം. മറ്റൊന്ന് ബെർഗൻ എന്ന് പറയുന്ന സ്ഥലം ഇതിന്റെ തൊട്ടടുത്താണ്. ഇവിടെയാണ് കുപ്രസിദ്ധമായിട്ടുള്ള ബെൽസൺ എന്ന തടങ്കൽ പാളയമുള്ളത്. വേൾഡ് വാറിന്റെ സമയത്ത് നിരവധി ജൂത തടവുകാരെ റെയിൽ മാർഗം ആദ്യം സെല്ലയിലെ ഈ റാത്തോസിലാണ് എത്തിച്ചത്. അതിനുശേഷമാണ് അവരെ ബെൽസണിലേക്ക് അയച്ചത്. ആയിരക്കണക്കിന് നിരപരാധികളായിട്ടുള്ള ആളുകൾ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടും മുൻപായിട്ട് അവസാനമായിട്ട് തങ്ങിയ ഒരു തടവറയായിരുന്നു ഇതെന്ന് പറയാം. അതിനെ തുടർന്ന് കുഞ്ഞുങ്ങളടക്കം നിരപരാധികൾ കശാപ്പ് ചെയ്യപ്പെട്ടു. ഈ ഓർമ്മകൾ പിൽക്കാലത്ത് ഇവിടെ തങ്ങിയ സൈനികരുടെ മനോവീര്യം തകർത്തിരിക്കാം. ഇതൊക്കെ വെറും ബാലിശമായിട്ടുള്ള ന്യായങ്ങളാണ്. കാരണം ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളും തടങ്കൽ പാളയങ്ങളും ജർമ്മനിയിൽ വേറെയുമുണ്ട്. എന്നാൽ അവിടെ താമസിക്കുന്ന ആർക്കും തന്നെ ഇവിടെ ഉള്ളതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. സെല്ല ന്യൂയസ് റാത്തോസിന് കീഴിൽ മറയ്ക്കപ്പെട്ട ആ 5 നിലകളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? അതേക്കുറിച്ച് നിരവധി കഥകളുണ്ട്. ഹാരി പോട്ടർ കഥകളെ വെല്ലുന്ന രസകരമായിട്ടുള്ള കഥകൾ. അതുകൂടി പറയാതെ ഈ വീഡിയോ പൂർണ്ണമാവില്ല. നാസി ഭരണകൂടത്തിനും അഡോൾഫ് ഹിറ്റ്ലറിനും പ്രത്യേകിച്ചും ഹെൻറി ഹിംലറിനും മന്ത്രവാദത്തിലും അതുപോലെ പ്രകൃത്യാതീത ശക്തികളിലും അതീവ വിശ്വാസമുണ്ടായിരുന്നു. നാസികളുടെ ചരിത്രം പഠിച്ചവർക്കറിയാം, അഡോൾഫ് ഹിറ്റ്ലറിന് മന്ത്രവാദികളുടെ ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട പണി ഇതാണ്: യുദ്ധം വിജയിക്കുവാനായിട്ട് ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് നിരന്തരം മന്ത്രവാദം ചെയ്യുക. ഹെൻറി ഹിംലർ ആയിരുന്നു ഈ ഗ്രൂപ്പിന്റെ തലവൻ. മാത്രവുമല്ല, ഈ വിഷയത്തിൽ അവർ നിരവധി ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതുപോലെ നിരവധി ക്രൂരതകൾ നാസികളും ചെയ്തിരുന്നു. അത്തരമൊരു ക്രൂരതയുടെ ചരിത്രം ഈ കെട്ടിടത്തിനും പറയുവാനുണ്ട്. നാസികളെക്കുറിച്ച് പറയാറുള്ള അവിശ്വസനീയമായിട്ടുള്ള കഥകളിൽ ഒന്നാണ് ഹോളോ എർത്ത് തിയറി. ഭൂമിക്കടിയിൽ മറ്റൊരു ലോകമുണ്ടെന്നും ടെക്നോളജിപരമായിട്ട് അവർ നമ്മെക്കാളും വളരെ ഉയരെയാണെന്നും പറക്കും തളിക പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ അവരാണെന്നും അവരുടെ വാഹനങ്ങളാണ് UFOകൾ എന്നും ഒരു തിയറിയുണ്ട്. ആ സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടങ്ങൾ അന്റാർട്ടിക്കയിലാണെന്നും അത് കണ്ടെത്തുവാനായിട്ട് നാസികൾ അവിടേക്ക് പോയെന്നും ഒരു കഥയുണ്ട്. ആ കഥ വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ മറ്റൊരു കഥയുണ്ട്. വിയന്നയിലെ ഒരു മ്യൂസിയത്തിൽ നിന്നും സ്പിയർ ഓഫ് ഡെസ്റ്റിനി എന്ന കുന്തം ഹിറ്റ്ലർ കൈക്കലാക്കിയ കഥയാണത്. സ്പിയർ ഓഫ് ഡെസ്റ്റിനി മറ്റൊന്നുമല്ല, ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു മരിച്ചുവെന്ന് ഉറപ്പാക്കുവാനായിട്ട് റോമൻ പട്ടാളക്കാരനായ ലോഞ്ചിനസ് യേശുക്രിസ്തുവിന്റെ വയറ്റിൽ കുത്തിയിറക്കിയെന്ന് പറയപ്പെടുന്ന കുന്തത്തിന്റെ മുനയാണ്. ഇതിന് അസാധാരണമായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് കരുതപ്പെടുന്നു. വിയന്നയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ കുന്തമുനയാണ് ഹിറ്റ്ലർ മോഷ്ടിച്ചത്. പിന്നീട് ഇതുപയോഗിച്ച് ഡൗസിംഗ് ചെയ്ത് ബ്രിട്ടീഷ് അന്തർവാഹിനികളെയും വ്യാപാര കപ്പലുകളെയും കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞുവെന്നും പറയുന്നു. ഇതൊക്കെ പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാ ഹിറ്റ്ലർ തന്നെയാണ്. തൻ്റെ പ്രൈവറ്റ് ജേർണലുകളിൽ പലതവണ ഇത്തരം കഥകൾ അയാൾ കുത്തിക്കുറിച്ചിട്ടുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്: ഇവയ്ക്കെല്ലാം സെല്ലയിലെ റാത്തോസുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? നാസികൾ ബ്ലാക്ക് മാജിക്കിൽ പരീക്ഷണം നടത്തുവാനായിട്ട് ജർമ്മനിയിൽ പലയിടത്തും നിരവധി സങ്കേതങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഇതൊരു സത്യമാണ്. നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്ത പലതിൻ്റെയും പിന്നാലെ അവർ പോയിരുന്നു. അതും ഒരു സത്യമാണ്. അതിനുദാഹരണമാണ് മേൽപ്പറഞ്ഞ കഥകൾ. അങ്ങനെ ആഭിചാര പരീക്ഷണങ്ങൾ ചെയ്യുവാനായിട്ട് അവർ നിരവധി സ്ഥലങ്ങൾ തയ്യാറാക്കിയിരുന്നു. അതിൽ ഒന്നായിരുന്നു സെല്ലയിലെ റാത്തോസ് എന്ന് പറയപ്പെടുന്നു. അവിടെ അവർ പരീക്ഷണത്തിന് ഉപയോഗിച്ചത് തടവുകാരായിട്ടുള്ള ജൂതന്മാരെ ആയിരുന്നു. അക്കാലത്ത് തന്നെ ഈ കെട്ടിടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പൈശാചിക ശക്തികളെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ജൂതന്മാർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ കൈകാലുകൾ മുറിച്ചു മാറ്റുകയും അവരെ നരബലി കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന കഥകൾ പ്രചരിച്ചിരുന്നു. അങ്ങനെ കൊലപ്പെടുത്തിയ ജൂതന്മാരുടെ ശരീരത്തിൽ പൈശാചിക ശക്തികളെ ആവേശിപ്പിച്ച് അവരെ ജീവനോടെ വീണ്ടും മടക്കിക്കൊണ്ടുവരുവാനും അങ്ങനെ മരിച്ചവരുടെ ഒരു സൈന്യത്തെ നിർമ്മിക്കുവാനും നാസികൾ ശ്രമിച്ചിരുന്നു അത്രേ. ഒരു സോംബി ആർമി. ഈ ഗവേഷണത്തിൽ ഒരു പരിധി വരെ അവർ വിജയിച്ചുവെന്നും പറയുന്നു. എന്നാൽ അങ്ങനെ തിരിച്ചു വന്നവർ തനി സോംബികളെ പോലെയാണ് പെരുമാറിയത്. അവർ ഉത്തരവുകൾ അനുസരിച്ചില്ല, മറിച്ച് നാസികളെ തന്നെ ആക്രമിക്കുവാനായിട്ട് തുടങ്ങി. ഭസ്മാസുരന് പരമശിവൻ വരം കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? അതായിരുന്നു അവസ്ഥ. അതോടെ ഈ പരീക്ഷണം കൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ അവർ ഈ മേഖലയിലെ ഗവേഷണങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. നാസികൾ മരിച്ചവരെ ജീവനോടെ കൊണ്ടുവന്നോ ഇല്ലയോ എന്നതല്ല നമ്മുടെ വിഷയം. ഇങ്ങനെ ഒരു പരീക്ഷണം അവർ ചെയ്തിട്ടുണ്ടോ എന്നതാണ്. അതിന് സാധ്യതയുണ്ട്. കാരണം സെല്ലയിലെ റാത്തോസിൽ കാണപ്പെടുന്ന പെൻഡഗ്രാമുകളും മനുഷ്യന്റെ ഉടലും ആടിന്റെ തലയുമുള്ള രൂപങ്ങളും കസേരയിൽ കെട്ടിയിട്ട നിലയിൽ കാണപ്പെടുന്ന ചിത്രങ്ങളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുപോലെ ബേസ്മെന്റിലേക്ക് ഡൈവ് ചെയ്ത ഡൈവർമാരുടെ അനുഭവം പറയുന്നതും അതുതന്നെയാണ്. US നാവികസേനയിലെ ഡൈവർമാർക്കുണ്ടായ അനുഭവം സത്യമാണെങ്കിൽ എന്തായിരിക്കും ആ ഇരുണ്ട ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നത്? അവരിൽ 2 പേർ ഒരിക്കലും മടങ്ങി വരാത്തതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? അവരുടെ മരണത്തിന് പിന്നിൽ അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ ആ 2 ഡൈവർമാരും എവിടെയെങ്കിലും കുടുങ്ങി സ്വാഭാവികമായിട്ട് മരിച്ചതായിരിക്കുമോ? മൂന്നാമത്തെ ഡൈവർക്കുണ്ടായ പരിഭ്രമത്തിന് കാരണം യാതൊരു പരിചയവുമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്തുകൂടി ആദ്യമായിട്ട് നീന്തിയത് മൂലമുണ്ടായ വിഭ്രാന്തി ആയിരിക്കുമോ? ആർക്കറിയാം.
നമ്മൾ യുക്തിപരമായിട്ട് ഇതിനെ എങ്ങനെയൊക്കെ വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചാലും അവസാനം എത്തിച്ചേരുന്ന ഉത്തരമില്ലാത്തൊരു ചോദ്യമുണ്ട്. അതിതാണ്, സെല്ലയിലെ റാത്തോസിന് താഴെയുള്ള നിലകളിൽ ആർക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല. ആരോ അത് കോൺക്രീറ്റ് ചെയ്ത് മനഃപൂർവ്വം അടച്ചിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ അങ്ങനെ എന്തിനു ചെയ്യണം? അതുപോലെ മുകൾ നിലകളിലെ പല മുറികളിലും പെൻഡഗ്രാമും വിചിത്രമായിട്ടുള്ള ചിത്രങ്ങളുമുണ്ട്. എങ്കിലും എന്തിനായിരിക്കണം നാസികൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് അവരുടെ രഹസ്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചത്? അവരത്രയ്ക്കും മണ്ടത്തരം കാണിക്കുമോ? അഥവാ അവർക്ക് തങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെയും എത്രയോ നല്ല വഴികളുണ്ട്. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് തുല്യമായിട്ടുള്ള അളവിൽ വെള്ളം പമ്പ് ചെയ്ത് നിറയ്ക്കുന്നതിലും എത്രയോ എളുപ്പമാണ് ഒരു ബോംബിട്ട് ആ ബിൽഡിംഗ് തന്നെ ചാമ്പലാക്കി കളയുന്നത്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവർ മറച്ചു വെച്ച രഹസ്യം മറ്റുള്ളവർക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. ഈ ചോദ്യത്തിന് അനുമാനിക്കാവുന്ന ഒരേ ഒരു ഉത്തരം ഇതാണ്: അവിടെ നടക്കുന്ന ഗവേഷണങ്ങൾ ഇല്ലാതാക്കുവാനായിട്ട് അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും തൽക്കാലം മറച്ചു വയ്ക്കണം. അത്രയുമായിരിക്കും നാസികൾ ആഗ്രഹിച്ചത്. പിന്നീട് ആ പരീക്ഷണം തുടരുവാനും അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നിരിക്കണം. സെല്ല ന്യൂയസ് റാത്തോസിൽ വെച്ച് താഴ്ന്ന റാങ്കിലുള്ള സൈനികർക്ക് മാത്രമല്ല പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വലിയ റാങ്കുകളിലുള്ള ഓഫീസർമാർ വരെ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കോൾഡ് വാറിന്റെ സമയത്ത് ഇവിടെ ജോലി ചെയ്തിരുന്ന ഏതെങ്കിലും സൈനികരോട് ഇതേക്കുറിച്ച് ചോദിക്കുക. ഒരു പക്ഷേ അവർക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ഇത്തരം കഥകൾ വേറെയും ഉണ്ടാവും. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 2012 ബ്രിട്ടീഷ് ജർമ്മൻ സൈന്യം ഈ പരിസരം പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചു. അതിനുശേഷം പുനർനിർമ്മിച്ചു. ചില ഭാഗങ്ങൾ ഒരു ഹോട്ടലാക്കി മാറ്റി. ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള പലരും റിവ്യൂ എഴുതിയിട്ടുള്ളത് വായിക്കുവാനായിട്ട് കഴിയും. അവർ പറയുന്നത് അവിടെ താമസിച്ച സമയത്ത് അവർക്കും പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഹാളുകളിലൂടെ ആരോ നടക്കുന്ന ശബ്ദവും ബൂട്ടുകളുടെ ശബ്ദവും കേൾക്കുന്നത് ഇന്നും പതിവാണെന്ന് പറയുന്നു. സെല്ല ന്യൂയസ് റാത്തോസ് അവളുടെ രഹസ്യങ്ങൾ എന്നേക്കുമായിട്ട് ഒളിപ്പിച്ചു വയ്ക്കട്ടെ. ഈ വീഡിയോ നമുക്കും ഇവിടെ നിർത്താം. അതോടൊപ്പം മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൂടി ഇവിടെ ഇടുകയാണ്. ഇത്തരം കഥകളുടെ ഒരു തുടർച്ചയാണ് ആ വീഡിയോ. വേൾഡ് വാറിന്റെ സമയത്ത് പട്ടാളക്കാർക്കുണ്ടായ പ്രേതാനുഭവങ്ങൾ എന്ന പേരിൽ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും അതുപോലെ ഹിറ്റ്ലർ അന്റാർട്ടിക്കയിൽ പോയ കഥ പറയുന്ന വീഡിയോയുടെ ലിങ്കുമാണ് കീഴെ കൊടുക്കുന്നത്. ഈ കഥയുമായിട്ട് ചേർന്ന് പോകുന്ന വീഡിയോസാണ് അത് രണ്ടും. കാണാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്യാം, കണ്ടവർക്ക് വീണ്ടും കാണാം. ഞാനായിട്ട് വഴക്ക് പറയില്ല. ഈ കഥ ഇഷ്ടപ്പെട്ടവർക്ക് ആ കഥകളും ഇഷ്ടമാവും. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. അങ്ങനെ മറ്റൊരു വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.